لك لبيك اللهم لبيك. ഉംറ ചെയ്യുവാൻ ഞാൻ കരുതി. ഉംറയുടെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, ഉംറയുടെ അമലുകൾ എനിക്ക് എളുപ്പമാക്കി തരികയും നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. ഹജ്ജ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഒരു വയസ്സുകാരനടക്കം 579 ഹാജിമാർ ഇന്നലെ യാത്ര തിരിച്ചു. 275 വനിതാ ഹാജിമാരും 14 പുരുഷന്മാരുമാണ് ഇന്നലെ രാവിലെ യാത്ര തിരിച്ചത്. രണ്ടാമത്തെ വിമാനത്തിൽ രാത്രി 8:35 തിരിച്ച തീർത്ഥാടകരിൽ ഒരു വയസ്സുകാരനായ മൂവാറ്റുപുഴ മാറാടി മങ്കാരബ്രായിൽ ഷെരീഫ് ബിസ്മി ദമ്പതികളുടെ മകൻ ജാബിറും യാത്ര തിരിച്ചവരിൽ പെടും. ഇന്നലെ രാത്രി വൈകിട്ട് നടന്ന യാത്രാ സമ്മേളനത്തിൽ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കൊടും ക്രൂരത കാണിക്കുന്ന ഇസ്രയേൽ ഭീകരതയ്ക്കെതിരെയും സംഘർഷം മുറ്റിനിൽക്കുന്ന കാൽപ്പനിക കാലഘട്ടത്തിൽ രാജ്യത്തിനും ലോകത്തിനും സമാധാനാന്തരീക്ഷം ഉണ്ടാകാൻ ഹാജിമാർ പ്രാർത്ഥിക്കണമെന്ന് വി ഡി സതീശൻ ആഹ്വാനം ചെയ്തു. പരിപാടിയിൽ ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി, ജബി മേത്തർ MP, അൻവർ സാദത്ത് MLA, മുൻ ഹജ്ജ് ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി, ഹജ്ജ് ജനറൽ കൺവീനർ സഫർ ഗയാൽ, സലീം TK, അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ്, അസീസ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം സിയാൽ MD ശ്രീ സുഹാസ് IAS ഉദ്യോഗസ്ഥരും ക്യാമ്പ് സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി തൃപ്തി പ്രകടിപ്പിച്ചു. ഇന്ന് ലക്ഷദ്വീപിൽ നിന്നും 93 യാത്രക്കാർ ക്യാമ്പിൽ എത്തുമെന്നും 2 ദിവസങ്ങളിലായി ക്യാമ്പിൽ വിശ്വാസികളുടെ കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് ഹജ്ജ് കൺവീനർ സഫർ ഖയാൽ ചാനലിനോട് പറഞ്ഞു. ആയിരക്കണക്കിന് ഹജ്ജുമാരും ഹാജിമാരുമാണ് ഇവിടെ നിന്നും പുറപ്പെടുന്നത്. ഈ തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 17,000 ഹജ്ജ് കർമ്മത്തിനായി ഇവിടെ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഇവിടെ നിന്ന് പോകുമ്പോൾ അതിൽ 10,000-ന് മുകളിൽ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഈ തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ സ്ത്രീകൾക്കും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ആത്മീയതയുടെയൊക്കെ ഒരു പുണ്യം വാരിക്കൂട്ടാനുള്ള അവസരങ്ങൾ ഈ ഹജ്ജ് ക്യാമ്പിൽ നിന്നും ഇവിടെയെല്ലാം ലഭിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകണം എന്നാണ് ഞാനൊക്കെ പ്രത്യാശിക്കുന്നത്. നിലവിൽ ഹജ്ജിന് ഇപ്പോൾ കോഴിക്കോട് ശരിക്കും ഇവിടത്തേക്കാളും റേറ്റ് കൂടുതലാണ്. അപ്പോൾ അത് അടുത്ത തവണയെങ്കിലും നമുക്ക് കുറക്കാൻ സാധിക്കുമോ? ഇത് പലതവണയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത്. അത് അവർക്ക് അതിൻ്റേതായ ആ ലാൻഡിങ്ങിൻ്റെ പ്രശ്നം കോഴിക്കോടിനൊരു ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള ഒരു കാര്യമാണ് അന്ന് അവർ പറഞ്ഞത്. എന്തായാലും തീർച്ചയായും അടുത്ത തവണത്തെ ഹജ്ജിന് മുമ്പായി തന്നെ ഇതിന് വേണ്ട, പ്രത്യേകിച്ച് ഇനി ഗവൺമെൻറ്റൊക്കെ മാറാൻ പോകുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടികൾ അപ്പോൾ സ്വീകരിക്കുന്നതായിരിക്കും. ചരിത്രത്തിൽ ഇത്രയും അധികം ആളുകൾ കൂടിയ മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് ആളുകളാണ് ക്യാമ്പിലേക്ക് സ്വയം അറിഞ്ഞ് ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി, ഹാജിമാരുടെ ബർക്കത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ക്യാമ്പിൻ്റെ ചരിത്രത്തിലെ ജനങ്ങളുടെ ബാഹുല്യമായിരുന്നു. ഇന്ന് തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങനെ ഈ ദ്വായിലും മറ്റും പങ്കെടുക്കാൻ, ഹാജിമാരെ യാത്രയാക്കാൻ ബന്ധുക്കൾ അല്ലാതെ ആളുകൾ വരുന്ന അനുഭവം വലിയ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി ഹജ്ജിൻ്റെ സിയാൽ. അതുപോലെ തന്നെ സിയാലിൻ്റെ സഹായം, ഇതെല്ലാം വലിയ നിലയിൽ മുമ്പോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ദിവസങ്ങളിലും
കൂടുതൽ ആളുകൾ വരുന്നതിൻ്റെ മാധ്യമങ്ങൾ അതിന് വേണ്ട സഹായങ്ങൾ കൂടെ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്.